ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 4 പൂക്കൾ തേടി. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. ചിന്നുമുയലും മിന്നുമുയലും പൂക്കൾ പറിക്കാനായി പോയി. ഹായ്, നല്ല മണം! ചിന്നുവും മിന്നുവും പൂന്തോട്ടത്തിൽ കയറി വേണ്ടുവോളം പൂക്കൾ പറിച്ചു. അവർ പൂക്കളുമായി വീട്ടിലെത്തി, ഒപ്പം കൂട്ടുകാരും. ഒരു വലിയ മാല കെട്ടണം, ചിന്നു പറഞ്ഞു. ഒരു പൂക്കളവും വേണം, മിന്നു പറഞ്ഞു. അവർ പൂക്കൾ തരം തിരിച്ചു കൂടയിലാക്കി. ഒരു കൂടയിൽ 100 പൂക്കൾ വേണം, ഇത് 99 മാത്രമേയുള്ളൂ. അതിനെന്താ, ഒന്നുകൂടി ചേർത്താൽ മതിയല്ലോ. 99നോട് എത്ര കൂടി ചേർന്നാലാണ് 100 ആവുക? 99നോട് 1 കൂടി ചേർന്നാൽ 100 ആവും. നോക്കൂ, ഒരു കൂടയിൽ 10 പൂക്കൾ. അത്തരത്തിൽ 4 കൂടയിൽ എത്ര പൂക്കൾ ഉണ്ടാകും? 4 10 ചേർന്നാൽ എത്രയാണ്? 40 ആണല്ലേ? അതെ. അടുത്തത് നോക്കൂ, മഞ്ഞ നിറമുള്ള പൂക്കളെ 10ന്റെ കൂട്ടങ്ങളാക്കിയിരിക്കുന്നു. 6 കൂട്ടങ്ങളുണ്ട്, കൂടാതെ 3 എണ്ണവും ഉണ്ട്. ആകെ മഞ്ഞപ്പൂക്കൾ എത്രയാണ്? ഒരു കൂട്ടത്തിൽ എത്ര പൂക്കളാണുള്ളത്? 10. 6 കൂട്ടത്തിലാവുമ്പോഴോ 6 10കൾ ഉണ്ടാവും അല്ലേ? 6 10 60. അതുമാത്രമാണോ ഉള്ളത്? കൂടാതെ 3 എണ്ണവും ഉണ്ട്. 60 കൂട്ടണം 3 എത്ര പൂക്കളായി? 63 പൂക്കളായി. അടുത്തത് നോക്കൂ, ചുവന്ന നിറമുള്ള 47 പൂക്കൾ ഉണ്ടായിരുന്നു. അവ 10 വീതം കൂട്ടങ്ങളാക്കിയാൽ എത്ര കൂട്ടമുണ്ടാകും? ബാക്കി എത്ര? ആകെ എത്ര പൂക്കളാണുള്ളത്? 47 ആണ്. 47ൽ എത്ര പത്തുകളാണുള്ളത്? അതെ, 4 പത്തുകളാണുള്ളത്. ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 4 പത്തുകളും 7 ഒന്നുകളും ഉണ്ടാവും. 4 10ന്റെ കൂട്ടങ്ങളാക്കാൻ സാധിക്കും. ബാക്കി 7 എണ്ണം. പൂക്കൾ എത്ര? ഒരു പൂക്കൂടയിൽ 100 പൂക്കൾ വീതം. ഓരോ ഇനത്തിലും എത്ര പൂക്കൾ? കണ്ടെത്തി എഴുതൂ. ആദ്യത്തെ ചിത്രം നോക്കൂ. എത്ര കൂടകളാണുള്ളത്? 1 2 3 4 കൂടകളാണുള്ളത്. ഓരോ പൂക്കുടയിലും എത്ര പൂക്കൾ വീതമാണുള്ളത്? 100 പൂക്കൾ വീതമാണ്. ആകെ പൂക്കൾ എത്രയാണ്? ആദ്യത്തെ കൂടയിൽ 100 പൂക്കളാണുള്ളതല്ലേ? അതുപോലെ തന്നെ മറ്റു കൂടകളിലും 100 വീതമാണുള്ളത്. 100, 200, 300, 400. 100 പൂക്കൾ വീതം 4 കൂടകൾ. 400 എന്നതിനെ എങ്ങനെ പറയും? 400. എങ്ങനെയാണ് എഴുതുക? 400, 400, 400. അടുത്തത് നോക്കൂ, എത്ര കൂടയുണ്ട്? 2 കൂടയാണുള്ളത്. ഒരു കൂടയിൽ 100, മറ്റേ കൂടയിലും 100. 200, 200, 200. എങ്ങനെ എഴുതാം? 200.
അടുത്തത് നോക്കൂ. എത്ര കൂടയാണുള്ളത്? 5 കൂടയാണ്. 5 100. 5 100 500. എങ്ങനെ എഴുതാം? 500. അടുത്തതോ? 3 കൂടയാണുള്ളത്. 3 100. 3 100 300. അടുത്തതോ? 1 കൂടയാണുള്ളത്. 100. അടുത്തത് നോക്കൂ. എത്ര കൂടയുണ്ട്? 1 2 3 4 5 6. 6 കൂടയുണ്ട്. 600 600. ക്രമത്തിലെഴുതൂ. 100 100 100 200 200 300 300. ഇനി എങ്ങനെയാണ് എഴുതുക? 400 400 500 500 600 600 700 700 800 800 900 900. ആയിരത്തിനടുത്ത സംഖ്യയാണ് 900. 900 900. ഞങ്ങൾ എത്ര? പറയൂ. ഉറുമ്പും പൂമ്പാറ്റയും തത്തയും പറയുന്നത് ശ്രദ്ധിക്കൂ. അവരുടെ എണ്ണം കളത്തിൽ എഴുതൂ. ഉറുമ്പെന്താണ് പറയുന്നത്? ഞങ്ങൾ 100 വീതം 4 കൂട്ടങ്ങൾ. അപ്പോൾ എത്ര 100 ഉണ്ട്? 400. 400 എത്രയാണ്? 400. 400 എന്നെഴുതാം. പൂമ്പാറ്റ എന്താണ് പറയുന്നത്? ഞങ്ങൾ 100 വീതം 3 കൂട്ടങ്ങൾ. 3 നൂറുകൾ. 3 100 എത്രയാണ്? 300 ആണ്. 300 എന്നെഴുതാം. തത്ത എന്താണ് പറയുന്നത്? ഞങ്ങൾ 100 വീതം 2 കൂട്ടങ്ങൾ. എത്രയാണ്? 2 100. 2 100 200. 200 എന്നെഴുതാം. മാല കോർക്കാം. ആദ്യം മാല ഉണ്ടാക്കിയാലോ? ഒരേ ഇനത്തിലുള്ള 10 പൂക്കൾ വീതം കോർക്കാം. എല്ലാവരും സമ്മതിച്ചു. ചിന്നുവും മിന്നുവും പൂക്കൾ ശേഖരിച്ച് മാല കോർത്തത് കണ്ടില്ലേ? ആകെ എത്ര പൂക്കൾ വേണ്ടി വന്നു? എങ്ങനെ കണ്ടെത്തും? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരേ ഇനത്തിലുള്ള 10 പൂക്കൾ വീതം കോർക്കാമെന്നാണ്. ആദ്യത്തേത് നോക്കൂ. ഒരുപോലെയുള്ള 10 പൂക്കൾ കൊണ്ട് മാല കോർത്തു. 10 എണ്ണമുണ്ട്. രണ്ടാമത്തേതോ? അതും 10 എണ്ണമുണ്ട്. 10ഉം 10ഉം 20 എന്നെഴുതാം. ആദ്യത്തെ 10, രണ്ടാമത്തേതും 10 ഉണ്ട്. 10ഉം 10ഉം 20. 20നോട് ഒരു 10 കൂട്ടിയാലോ? 30. 30ഉം 10ഉം 40. 40ഉം ഈ 10ഉം കൂടിയോ? 50. 50ഉം 10ഉം 60. 60ഉം 10ഉം 70. 70ഉം 10ഉം 80. 80ന്റെ കൂടെ ഈ 10 കൂടെ കൂട്ടുമ്പോഴോ? 90. 90 എന്നെഴുതാം. 90നോട് 10 കൂട്ടിയപ്പോൾ 100. 100ന്റെ കൂടെ 10 കൂട്ടി 110. 110ന്റെ കൂടെ ഒരു 10 കൂട്ടി 120. 120ഉം 10ഉം 130. 130ഉം 10ഉം 140. 140ഉം 10ഉം 150. 150ഉം 10ഉം 160. 160ഉം 10ഉം 170. 170ഉം 10ഉം 180. 180ഉം 10ഉം
190. 190നോട് 10 കൂടി കൂട്ടിയപ്പോഴോ 200. മാല കോർത്തില്ലേ? എത്ര പൂക്കൾ വേണ്ടി വന്നു? 200 പൂക്കൾ വേണ്ടി വന്നു. പൂക്കളം ഉണ്ടാക്കാം. അടുത്തതായി നമുക്ക് പൂക്കളം തീർക്കാം. മിന്നു പറഞ്ഞു, ഈ പൂക്കൾ തികയില്ല. കൂട്ടുകാർ പറഞ്ഞു, വാ നമുക്ക് കൂടുതൽ പൂക്കൾ ശേഖരിക്കാം. മിന്നു പറഞ്ഞു. അവർ ശേഖരിച്ച പൂക്കളുടെ ചിത്രം നോക്കൂ. പൂക്കളം തീർക്കാനായി മിന്നുവും കൂട്ടുകാരും ശേഖരിച്ച പൂക്കളാണ് തന്നിരിക്കുന്നത്. അവ എത്രയെന്ന് കണ്ടെത്തി എഴുതുക. ആദ്യത്തേത് നോക്കൂ. 100ന്റെ ഒരു കൂടയുണ്ട്. 100 പൂക്കളുള്ള ഒരു കൂട. പിന്നെയോ 10 പൂക്കൾ വേറെയുമുണ്ട്. 100ന്റെ ഒരു കൂട്ടം, 10ന്റെ ഒരു കൂട്ടം. എത്രയായി? 100നോട് 10 കൂട്ടിയാൽ 110. എങ്ങനെ എഴുതാം? 110. അടുത്തത് നോക്കൂ. 100ന്റെ ഒരു കൂട. പിന്നെയോ 10കളുടെ 2 കൂട്ടം, 20. 100നോട് 20 കൂട്ടിയാലോ? 120. എങ്ങനെ എഴുതാം? 120. അടുത്തതോ? 100ന്റെ ഒരു കൂട, 4 10ന്റെ കൂട്ടം. എത്രയുണ്ട്? 4 10 40. 100നോട് 40 കൂട്ടിയാൽ 140. എങ്ങനെ എഴുതാം? 140. അടുത്തതോ? 100ന്റെ ഒരു കൂട, 10ന്റെ കൂട്ടങ്ങൾ എത്രയുണ്ട്? 3 കൂട്ടമാണ്. 3 10 30. 100 കൂട്ടണം 30. 100നോട് 30 ചേർന്നാൽ 130. അടുത്തതോ? 100ന്റെ ഒരു കൂട, 10ന്റെ എത്ര കൂട്ടമുണ്ട്? 5 കൂട്ടം. 100നോട് 5 10 50. 50 കൂട്ടുക. 100 കൂട്ടണം 50. 150. എങ്ങനെ എഴുതാം? 150. സംഖ്യാമരം. സംഖ്യാമരത്തിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതണം. നോക്കൂ, ഏതൊക്കെ സംഖ്യകളാണ് തന്നിട്ടുള്ളത്? മരത്തിന്റെ ശാഖയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 50, 60, പിന്നെയോ 80 തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടോ ഇടയ്ക്കുള്ള സംഖ്യയില്ല, 100 തന്നിരിക്കുന്നത്. 50 കഴിഞ്ഞാൽ 60. 50നോട് 10 കൂട്ടിയാൽ 60. 60നോട് 10 കൂട്ടിയാലോ? 70. 70നോട് 10 കൂട്ടിയാൽ 80 തന്നിട്ടുണ്ട്. 80നോട് 10 കൂട്ടിയാലോ? 90. 90നോട് 10 കൂട്ടുന്നതാണ് 100. ഇനി നോക്കൂ, മരത്തിന്റെ ഇലകളിൽ തന്ന സംഖ്യ കണ്ടില്ലേ? 50നോട് എത്ര കൂട്ടിയാലാണ് 180 കിട്ടുന്നത്? 100 കൂട്ടുന്നതാണ്. 50നോട് 100 കൂട്ടി 180. 60നോട് 100 കൂട്ടിയാലോ? 160. 70നോട് 100 കൂട്ടുമ്പോഴോ? 170. 80നോട് 100 കൂട്ടുമ്പോഴോ? 180. 90നോട് 100 കൂട്ടിയാൽ 190. 100നോട് 100 കൂട്ടുമ്പോഴോ? 200. 200, 200. സംഖ്യാവള്ളി. നോക്കൂ, ഇലകളിൽ ക്രമമായി സംഖ്യകൾ എഴുതണം. ആദ്യത്തെ ഇലയിൽ എന്താണ് തന്നിട്ടുള്ളത്? 100. അടുത്തതിലോ? 110. അടുത്തതിൽ 120. 100നോട് 10 കൂട്ടുന്നതാണ് 110. 110നോട് 10 കൂട്ടിയാൽ 120.
അടുത്തത് എത്രയാണ്? 120നോട് 10 കൂട്ടുന്നതാണ്. എത്രയാണ്? 120നോട് 10 കൂട്ടിയാൽ 130. 130നോട് 10 കൂട്ടിയാലോ? 140. 140നോട് 10 കൂട്ടിയാൽ 180. 180നോട് 10 കൂട്ടിയാൽ 160. 160നോട് 10 കൂട്ടിയാൽ 170. 170നോട് 10 കൂട്ടിയാൽ 180. ഇനി നമുക്ക് തണ്ടിന്റെ താഴെയുള്ള ഇലകളിലെ സംഖ്യകൾ മാത്രം എഴുതി നോക്കിയാലോ? ഏതൊക്കെയാണവ? 100, 120, 140, 160, 180. ഇവ തമ്മിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 100നോട് എത്ര കൂട്ടുന്നതാണ് 120? 100നോട് 20 കൂട്ടുന്നതാണ് 120. 120നോട് 20 കൂട്ടുന്നതാണ് 140. 140നോട് 20 കൂട്ടുന്നതാണ് 160. 160നോട് 20 കൂട്ടിയാലോ? 180. ഇനി നോക്കൂ, തണ്ടിന്റെ മുകളിലുള്ള സംഖ്യകൾ എഴുതിയാലോ? അതേതൊക്കെയാണ്? 110, 130, 150, 170. 110നോട് എത്ര കൂട്ടുമ്പോഴാണ് 130 കിട്ടുന്നത്? 110നോട് 20 കൂട്ടുമ്പോഴാണ് 130. 130നോട് 20 കൂട്ടിയാൽ 180. 180നോട് 20 കൂട്ടിയാൽ 170. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.